ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ല എല്ലാവർക്കും. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് തൊട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ സമയം 3:30 കഴിഞ്ഞിട്ട് മക്കൾ സ്കൂളിട്ട് വരുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചായക്കടി ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് പാസ്തയാണ് കേട്ടോ. ഇത് ഡിസനോ പാസ്തയാണ് കേട്ടോ. ഇത് മൈദ പാസ്ത അല്ല, ഇത് ഗോതമ്പിൻ്റെ പാസ്തയാണ് കേട്ടോ. പിന്നെ ഈ പാസ്ത സീറോ കൊളസ്ട്രോൾ ആണ്, ട്രാൻസ് ഫാറ്റ് ഫ്രീ ആണ്, പിന്നെ ആർട്ടിഫിഷ്യൽ കളറുകളൊന്നും ചേർത്തിട്ടില്ല, പിന്നെ 100% വെജിറ്റേറിയൻ ആണ് എന്നൊക്കെയാണ് ഈ ഒരു പാക്കറ്റുമ്പോൾ തന്നെ എഴുതിയിട്ടുള്ളത് കേട്ടോ. ഞാൻ അത് വാങ്ങിക്കാനുള്ള കാരണം ഗോതമ്പിൻ്റെ പാസ്തയെന്ന് പറഞ്ഞപ്പോൾ തന്നെ കുറച്ചൊക്കെ ഒന്ന് ഹെൽത്തി ആണ് എന്നൊരു തോന്നൽ നമുക്കുണ്ടല്ലോ. മൈദ ആകുമ്പോൾ അത്ര നല്ലതല്ല എന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷെ പിന്നെ എല്ലാം നമുക്ക് ഹെൽത്തി ആയിട്ട് കിട്ടൂല. പക്ഷെ എന്നാലും മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ കിട്ടുകയാണെങ്കിൽ അപ്പോൾ ഇത് ഞാൻ ഓൺലൈനായിട്ടാണല്ലോ വാങ്ങിച്ചത്. അപ്പം നമ്മുടെ ഗോതമ്പിൻ്റെ പാസ്തയാണ് ഇന്നിപ്പോൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പാസ്ത. അപ്പം ഇന്നിപ്പോൾ ഇതന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതുണ്ടാക്കുന്നതിൻ്റെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ സൈഡിൽ തന്നെ എഴുതിയൊക്കെ വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പം ഇനി കുറേ നേരം വാചകടിച്ച് നിന്നാൽ ശരിയാവില്ല, വേഗം പരിപാടി തുടങ്ങട്ടെ കേട്ടോ. അപ്പോൾ ഈ പാസ്തയും നൂഡിൽസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഞാൻ മക്കൾ വലിയതായി ഓലൊക്കെ കഴിക്കാനായ സമയത്താണ് കേട്ടോ ഞാൻ ഈ ഒരു വക സംഗതികളൊക്കെ പറ്റി ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞു തുടങ്ങുന്നത് തന്നെ. കാരണം അതിന് മുമ്പ് ഞാൻ ഈ വകയൊന്നും ഉണ്ടാക്കിയിട്ടില്ല, കഴിച്ചിട്ടുമില്ല. മക്കൾ ഓരോ ആഗ്രഹം പറയുമ്പോൾ പിന്നെ ഇങ്ങനെ വല്ല യൂട്യൂബിലൊക്കെ തപ്പിത്തെറിഞ്ഞ് ഞാൻ ഓരോന്ന് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വൈറ്റ് സോസ് പാസ്ത കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വൈറ്റ് സോസ് പാസ്തയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പാനിൽ വെള്ളം വെച്ചിട്ട് അതിൽ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് ഓയിലുമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ നമ്മളെ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ, എന്നിട്ട് നമുക്ക് നമ്മളെ പാസ്ത ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ മക്കൾക്ക് ഈ സ്പ്രിങ് പോലെ ഇങ്ങനെ വളഞ്ഞ് നിൽക്കണ ഈ പാസ്തയാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇതും ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ മൈദ പാസ്ത ഒരു കുറച്ചും കൂടി വെള്ള കളറിലേക്കാരല്ലോ, ഇതൊരു ചെറിയൊരു ആ ഒരു ഗോതമ്പ് പൊടിൻ്റെ ഒക്കെ ഒരു കളറില്ലേ, ആ ഒരു രീതിയിലാണ് കേട്ടോ. അപ്പോൾ മൈദ പാസ്തയൊക്കെ വാങ്ങിക്കൊടുക്കാനൊക്കെ മടിയുള്ളവർക്ക് ഈ ഒരു പാക്കറ്റ് വാങ്ങിയിട്ട് ഒന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കിക്കോളിട്ടോ. അപ്പം ഞാൻ നമ്മൾ ഇതൊന്ന് തിളച്ച് വന്നപ്പോഴേ ഞാൻ അപ്പുറത്തെ അടുപ്പത്തേക്ക് മാറ്റിയിരിക്കുന്നു കേട്ടോ. അപ്പം ഇനി വേഗം പണികൾ ശരി ഷടപടയുന്ന പണികൾ തീർക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു ചെറിയ പീസ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് അതിങ്ങനെ മെൽറ്റായി വരുമ്പോൾ തന്നെ ഒരു 2-3 പോണ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അത് ഞാൻ ചെറുതാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചതിനെ അതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ പാസ്ത അപ്പുറത്തൊന്ന് ഇളക്കി കൊടുക്കണമുണ്ട്. ഈ പാസ്ത ഒരു ഇത്തിരി കൂടി വേവില്ല ടൈപ്പ് പാസ്തയാണ് കേട്ടോ. ഓരോ പാസ്തക്കും ഓരോ വേവിക്കാരം, അതൊക്കെ അതിൻ്റെ പാക്കറ്റുമ്പോൾ തന്നെ അതിൻ്റെ ബോയിൽ ചെയ്യേണ്ട ടൈമൊക്കെ കൊടുക്കലുണ്ട് കേട്ടോ. അപ്പം ഞാൻ പാസ്ത അതിൻ്റെ ഇടയ്ക്ക് വെന്തിട്ടുണ്ടേനി. അപ്പം ഞാൻ വേഗം മാറ്റിയിട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ ഞാൻ കുറച്ചും കൂടി പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേനി, കാരണം അതിങ്ങനെ ഒട്ടി പിടിച്ചാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ പാസ്ത വെന്ത് ഒക്കെ സെറ്റായി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ വെളുത്തുള്ളി ഉണ്ടല്ലോ അതൊന്ന് നല്ലോണം ഒന്ന് വാടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് കോൺഫ്ലോറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ. മൈദ വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. മൈദയാണ് സാധാരണ ചേർത്ത് കൊടുക്കുക തോന്നുന്നുണ്ട്, പക്ഷെ ഞാനിവിടെ കോൺഫ്ലവർ ഉള്ളായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അത് ചേർത്ത് കൊടുത്തതാണ്. പിന്നെ പാല് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിനൊന്നും ഒരു പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം ക്രീമി കുറുക്കം വേണം അതിനനുസരിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ പാലില്ലെങ്കിൽ കുറച്ച് പാൽപ്പൊടി കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ പാലുണ്ടായതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുത്തു എന്നുള്ളൂ. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഫ്ലാക്സ് അല്ല ചില്ലി ഫ്ലേക്സ് ഇല്ലേ, അത് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഞാൻ പിന്നെ നമ്മളെ വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പാസ്ത അല്ലേ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നല്ലപോലെ ക്രീം ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെയൊക്കെ കോൺഫ്ലവർ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് എന്താ പറയുക കുറച്ചുകൂടി പാലൊക്കെ ചേർത്തിട്ട് ലൂസാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ട് ഉള്ളതിന് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ 2 ചീസിൻ്റെ സ്ലൈസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ.
അപ്പം ഞാൻ എപ്പോഴൊന്നും പാസ്ത ഉണ്ടാക്കണതായതുകൊണ്ട് ഈ റെസിപ്പി ഒന്നും എനിക്ക് ഇങ്ങനെ എപ്പോഴും വണ്ടിയിൽ നിൽക്കൊന്നുമില്ല കേട്ടോ. എനിക്ക് അപ്പം ഇങ്ങോട്ട് തോന്നുന്ന ആ ഒരു രീതിയിൽ അങ്ങോട്ട് ഉണ്ടാക്കിയിരിക്കലാണ്. അപ്പം നമ്മൾ പാസ്ത റെഡി ആയപ്പോൾ ഞാൻ വേഗം പാത്രം ഒഴിക്കുകയാണ് കേട്ടോ. കാരണം ഇത് നല്ല കട്ടിയുള്ള പാത്രമാണ് അഗാരോൻ്റെ. നല്ല അടിപൊളി പാത്രങ്ങളാണ്. അപ്പം നല്ല കട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് ചിലപ്പോൾ അതിലിരുന്നിട്ട് വീണ്ടും നമ്മളെ പാസ്ത ഭയങ്കര ഡ്രൈ ആവും. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വേഗം മാറ്റി കൊടുത്തിട്ടുണ്ടായിനി ഇത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ വൈറ്റ് സോസ് പാസ്ത റെഡിയായി. അപ്പോൾ ഈ പാസ്ത ഗോതമ്പിൻ്റെ പാസ്ത ആയിട്ടാണ് ആ ഒരു നല്ല വൈറ്റ് കളർ അല്ലാതെ ഒരു ഗോതമ്പിൻ്റെ ആ ഒരു കളറിൽ നിൽക്കുന്നത് കേട്ടോ. മക്കള് 4:30ക്ക് സ്കൂളിട്ട് വരും. അതിന്റെ മുമ്പ് ശരിയാക്കണം എന്ന് വിചാരിച്ചിട്ട് ചടപടേന്ന് ആണ് കേട്ടോ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും 4:30 ആവണീന്റെ മുന്നേ തന്നെ പണികൾ തീർന്നിട്ടുണ്ടായിനി കേട്ടോ. അപ്പം കുഞ്ഞുട്ടിക്ക് ഇന്ന് ലീവേനെ. അപ്പോൾ കുഞ്ഞുട്ടി നീച്ച് നിൽക്കണേ. കുഞ്ഞുട്ടിയുടെ പാസ്ത കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പാൽ ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം പാൽ ചായയും ഒന്ന് സെറ്റാക്കി കൊടുത്തു കേട്ടോ. ആൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിനി. ബട്ടറും ചീസും ഒക്കെ ചേർത്ത് ഉണ്ടാക്കിയപ്പോൾ നല്ല അടിപൊളിയായിനി കേട്ടോ. സ്പൈസി ആയിട്ടും ഉണ്ടാക്കാം. എനിക്ക് ഈ വൈറ്റ് സോസ് ഉണ്ടല്ലോ അതിനേക്കാളും ഇഷ്ടം ഈ സ്പൈസി ആയിട്ട് ഉണ്ടാക്കുന്ന രീതിയിലാണ് കേട്ടോ. ഈ വൈറ്റ് സോസ് പാസ്ത എനിക്ക് കണ്ണിൻ്റെ ഇട കണ്ടുകൂടാ. ഈ എരിവ് ഇതൊന്നും ഉണ്ടാവില്ലല്ലോ. പക്ഷേ മക്കൾക്ക് ആ ഒരു രീതിയിലാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഈ എരിവുള്ള രീതിയിൽ ഒരു ദിവസം പാസ്ത ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ഇൻഷാ അള്ളാ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്താ പാത്രം മോറൽ അത് സുന്നത്തായ കാര്യമാണ്. അത് ഇനിയിപ്പോൾ പാത്രം സുന്നത്താണ് വിചാരിച്ച് നമ്മൾ അവിടെ ഇട്ടാൽ കുറച്ച് കഴിഞ്ഞാൽ സകല പാത്രം നിരന്ന് അത് നമുക്ക് ഫറലായ കാര്യമാവും. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ വേഗം ഇപ്പം നിരന്ന പാത്രങ്ങളൊക്കെ ഇപ്പം കഴിയട്ടെ. അല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എവിടുന്നാന്നറിയില്ല പാത്രങ്ങൾ ഇങ്ങനെ പൊടിയും ബേസണിൽ. അപ്പോൾ പിന്നെ വീണ്ടും വീണ്ടും സിങ്കിൽ ഇങ്ങനെ പാത്രങ്ങൾ കിടക്കുമ്പോൾ അപ്പം ഇരട്ടി പണിയാവും. അപ്പോൾ അത് വിചാരിച്ചിട്ട് വേഗം ആയ പാത്രം അപ്പം തന്നെ കഴുകിയെടുക്കട്ടെ. ഈ 4 മണിക്ക് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുന്ന കാര്യം എനിക്ക് വളരെ മടി ആവണതിന് ഒരൊറ്റ റീസൺ ഇതാണ് കേട്ടോ. പാത്രം കേൾക്കോ എന്ന് പറഞ്ഞ പോലെ കേൾക്കലിക്കാറ്. അങ്ങനെ എന്തായാലും വേഗം ഒന്ന് പാത്രമൊക്കെ ഒന്ന് കേൾക്കട്ടെ കേട്ടോ. അപ്പോൾ വേറെ വല്ല ബേക്കറി എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അതിന് മാത്രം പാത്രമൊന്നും ഉണ്ടാവില്ലല്ലോ. ഇതിപ്പോൾ ഉണ്ടാക്കിയ പാത്രവും കുടിച്ച പാത്രവും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ ഉണ്ട്. ഏതായാലും വേഗം ഒന്ന് കേക്ക് വൃത്തിയാക്കി ഇട്ട് വെക്കട്ടെ കേട്ടോ. പിന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റീലിൻ്റെ ഈ അകാരോൻ്റെ പാത്രമല്ലേ, അപ്പോൾ അത് മീഷോന്ന് വാങ്ങാൻ കിട്ടുമോ, ആമസോണിൽ മാത്രമേ കിട്ടുള്ളൂ, മീഷോന്ന് വാങ്ങിയ ക്വാളിറ്റി ഉണ്ടാകുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് ആമസോണിൽ നിന്നാണ് കിട്ടിയത്. അപ്പോൾ പിന്നെ അത് മീഷോയിൽ അത് എത്രമാത്രം ക്വാളിറ്റി ഉണ്ടാവും എന്ന് എനിക്ക് ഇപ്പോൾ എന്താ പറയുക, ഞാനത് ചെക്ക് ചെയ്ത് നോക്കാതെ ഇപ്പം എനിക്ക് നിങ്ങളെ നിന്ന് വാങ്ങിച്ചോളി നല്ല ക്വാളിറ്റി ഉണ്ടാവും എന്നൊന്നും പറയാൻ പറ്റൂലല്ലോ. എനിക്ക് പോലും തന്നത് ഞാൻ ഉപയോഗിച്ചത് കുഴപ്പമില്ലാത്ത പാത്രം ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് തരുന്നത്. അപ്പം നിങ്ങൾക്ക് ആ ലിങ്കിൽ കയറി വാങ്ങുകയാണെങ്കിൽ അത് കുഴപ്പമുണ്ടാവില്ല, നല്ല അടിപൊളി പാത്രക്കാരം എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതേ പാത്രങ്ങൾ വേറെ സൈറ്റിൽ നിന്ന് വാങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ എന്താ ഞാൻ പറയാ, എനിക്ക് അതിന് മറുപടി പറയാൻ പറ്റൂല. അത്രേ ഉള്ളൂ കേട്ടോ. കാരണം നമ്മൾ ഉപയോഗിക്കാതെ നമ്മൾ എന്താ പറയുക അത് കൊള്ളും നിങ്ങൾ വാങ്ങിച്ചോളി എന്ന് പറയാൻ പറ്റൂലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ കുറച്ച് ഇന്നിപ്പോൾ വെയിലുള്ള ദിവസേനി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് തുണികളൊക്കെ ഉണങ്ങിയതൊക്കെ ഞാനിവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ അതൊന്ന് വേഗം മടക്കിയെടുത്ത് വെക്കട്ടെ. പിന്നെ നമ്മുടെ സേനക്കുട്ടനുണ്ടല്ലോ, ഇന്നെ കാത്ത അവിടെ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവന് അവിടെ നീയക്കുട്ടീൻ്റെ ഒപ്പം അവിടെ ഇരിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഈ മടക്കിയെടുത്ത് വെക്കൽ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പുറത്തു കൂടെ ഒന്നും ഇല്ലാത്താൻ ഇറങ്ങാൻ. ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ പുറത്തു കൂടെ നടക്കുന്ന ആ ഒരു ടൈമാണല്ലോ. അപ്പം നീയക്കുട്ടീനോട് ഞാൻ പറഞ്ഞു ഞാനിതൊന്നും കൂടി മടക്കി വെക്കട്ടെ, ഇത് മടക്കി വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ പറഞ്ഞ് നീയക്കുട്ടീനെ സോപ്പിട്ട് അവിടെ കുറച്ച് നേരം ഇരുത്തിക്കണം കേട്ടോ. അപ്പം ഇനി എൻ്റെ മടക്കിയെടുത്ത് വെക്കലൊക്കെ കഴിഞ്ഞു. അപ്പം ഇനി ഹൗസിനെക്കുട്ടന് പാൻറ്റൊക്കെ പിടിച്ചിവിടെ ഇരിക്കേനി കേട്ടോ. ആള് ട്രൗസറൊക്കെ മാറ്റിയിട്ടുണ്ടേനി. അപ്പോൾ പാൻറ്റൊക്കെ ഇട്ടെടുത്ത് ചെരുപ്പും എല്ലാം ഇവിടെ സെറ്റപ്പ് ആക്കി എന്നെ കാത്തിരിക്കുകയാണ് കേട്ടോ. ഇതാ ഇട്ട പാടന്നെ ഇറങ്ങി ഓടൽ തുടങ്ങിയിട്ടുണ്ടേ. എന്നെ കാത്തു നിൽക്കണമൊന്നുമില്ല കേട്ടോ. ഞാൻ വരുമ്പോഴേക്കും ഓന് മുന്നിൽ ഓടുകയാണ്. ഓൻ്റെ ഒപ്പം ഓടി പിടിച്ചിരിക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഈ പോക്ക് എങ്ങോട്ടാന്ന് വെച്ചാൽ കുട്ടികളെല്ലാവരും പാടെ ഇവിടെ അടുത്തൊരു വീട്ടിൽ കളിക്കണുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കൂക്കും വിളിയും ഒച്ചയൊക്കെ കേൾക്കും. അപ്പോൾ ഇവിടെ ആളുണ്ടോ ഒന്നൊന്ന് ആദ്യം ഒന്ന് വന്ന് നോക്കിയതാണ് കേട്ടോ. ഇവിടെ ആരും അധികം കാണാനില്ല എന്ന് ഉറപ്പായപ്പോൾ പിന്നെ ഓന് തിരിച്ച് വീണ്ടും പോവുകയാണ് കേട്ടോ. അതിൽ പിന്നെ ഇതാ ഇവിടെയാണ്. ഇതാണ് കേട്ടോ ഞങ്ങളെ മദ്രസ. നമ്മൾ അവിടെ നിന്ന് ജനലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ കാണൂലേ,
ഈ മദ്രസിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു തറ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ തറമ്മ കുട്ടികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ അവിടുത്തെ കുട്ടികളും ഇതിൽ ചുറ്റുവട്ടത്തിലുള്ള കുട്ടികളൊക്കെ പാടെ കളിക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ കുട്ടികളെ ഒച്ചയും വിളിയും കേട്ടിട്ടാണ് ഓൻ ഇങ്ങോട്ട് ഓടി വരുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് സമയമൊക്കെ അവിടെ ഇരുന്നിട്ടുള്ളൂ ഇനിട്ടോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഓന് വീണ്ടും പെരീക്കന്നെ പോവാന്നൊക്കെ പറഞ്ഞിട്ട് പോന്നിട്ടുണ്ടേനി. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ കളി മതിയായിരിക്കുന്നു. പക്ഷെ അതല്ല, ചെരുപ്പ് മാറ്റാനാണ് കേട്ടോ ആള് പോകുന്നത്. അപ്പൊ അതാ ചെരുപ്പ് മാറ്റി നീയക്കുട്ടിന്റെ ചെരുപ്പ് അതാണെങ്കിൽ രണ്ട് കാലും തിരിച്ചു വിട്ടിക്കണ കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പോവാണേ ഈ കല്ലിന്റെ ഉള്ളിൽ കൂടെ. എന്നാ അപ്പൊ ഞാൻ കല്ലല്ല കൈ പിടിച്ചാന്ന് പറഞ്ഞാല് അതും സമ്മതിക്കൂല. അപ്പൊ കൈ പിടിച്ചപ്പോഴേ എന്റെ കൈയൊക്കെ തട്ടി മാറ്റിയാണ്ടാണ് പിന്നത്തെ പോക്ക് കേട്ടോ. അങ്ങനെ വീണ്ടും ഞങ്ങൾ അവിടെ പോയിട്ട് കുറച്ച് സമയം കൂടി കളിച്ചിട്ടൊക്കെ പോന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചെരുപ്പ് പോയി ഊരിപ്പോകുന്നുണ്ട്, വീണ്ടും ഇടുന്നുണ്ട്. അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് ഏതായാലും വൈകുന്നേരത്ത് ഒക്കെ തിനെയും ആട്ടി തൊളിച്ച് കൂട്ടിലൊക്കെ കയറ്റിയിട്ടുണ്ടായിനി കേട്ടോ. അപ്പൊ വൈകുന്നേരത്തിനുള്ള ചോറ് ഞാനിതാ വല്ല അടുപ്പത്തിടുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് മക്കളെ പഠിപ്പിച്ചലും നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഇതൊന്ന് ചോറൊന്ന് അടുപ്പത്തിട്ട് ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ റൈസ് കുക്കർക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ. പിന്നെ മക്കളെ പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ ചോറുണ്ണാൻ സമയമാകുമ്പോഴേക്കും അത് വെന്ത് വന്നിട്ടുണ്ടാവും. പിന്നെ ഊറ്റിയെടുത്താൽ ആ ചൂടോടെ കഴിക്കും ചെയ്യാലോ, അത് വിചാരിച്ചിട്ട്. ഇപ്പം ഞാൻ ഈ റൈസ് കുക്കറിൻ്റെ വാഷർ ഇടലില്ല കേട്ടോ. അന്ന് ഞാനത് ഊരി വെച്ചതാണ്. അതൊരു വല്ലാത്തൊരൊന്നൊന്നര പണിയായി. ഞാൻ വിചാരിച്ചിനി എൻ്റെ റൈസ് കുക്കറിൻ്റെ ആയുസ് തീർന്നു എന്ന് വിചാരിച്ചിനി കേട്ടോ. അപ്പം ഞാൻ കുറച്ചുകൂടി 1600 വാങ്ങിയിട്ട് 2 മാസം തികയിന് പിന്നെ കേടന്നല്ലോ. അങ്ങനെയൊക്കെ പല രീതിയിലും എൻ്റെ മൈൻഡ് പോയിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഏതായാലും അത് കേടൊന്നും വരാതെ നല്ല ഉഷാറായിട്ട് തന്നെ തുറക്കാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ തുറക്കാൻ കിട്ടൂല എന്ന് തന്നെ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ കേട്ടോ. അത്രയും കഷ്ടപ്പെട്ടിട്ട് അത് തുറന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി മീനും കൂടി ഒന്ന് പൊരിച്ചെടുക്കാണ്ടേ. മീൻ മസാല ഒക്കെ പറ്റി വെച്ചത് കഴിഞ്ഞിട്ട് നമ്മളെപ്പോഴും മീൻ കിട്ടിയത്. അപ്പം അതും കൂടി ഒന്ന് പൊരിച്ചെടുക്കട്ടെ. അപ്പം ജനിക്കുട്ടിന് അതിൻ്റെ ഇടയ്ക്ക് കരച്ചിലും ബീച്ചിലൊക്കെ ആയിട്ട് വന്നിക്കണേ കേട്ടോ. അപ്പൊ ഇവിടെ അടുക്കളയിൽ കൊണ്ടുവന്നിട്ടാണ് കേട്ടോ രണ്ടാളും ഇവിടെ ഒരു മേശ ഉണ്ടല്ലോ, ആ മേശമ വെച്ചിട്ടാണ് മിക്കവാറും ദിവസം എഴുതലും പഠിച്ചലും ഒക്കെ നടക്കില്ല കേട്ടോ. അപ്പൊ അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് സിനിമോന്റെ ചോറ് കൊടുക്കലും ഇന്റെ പണികളും നടക്കും, ഓല കാര്യങ്ങൾ നോക്കലും നടക്കും. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് കേട്ടോ വൈകുന്നേരത്തെ ഞങ്ങളെ യുദ്ധങ്ങളൊക്കെ നടക്കല്. ശരിക്കും യുദ്ധം പോലെയൊക്കെ നടക്കലൊക്കെ ഉണ്ട്. ചിലപ്പോ ചീത്തയും വഴക്കും ഒക്കെ ഉണ്ടായാലുണ്ട് കേട്ടോ. അതൊന്നും വീഡിയോയിൽ ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റൂലല്ലോ. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ എന്താ പറയുക, നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടി. പിന്നെ പാത്രത്തിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ അയച്ചു വരാം. അപ്പോൾ അസ്സലാമു അലൈക്കും, ബൈ ബൈ.